ഇതുവരെ നമ്മളിലുള്ള വിശ്വാസമൊക്കെ ഈ പുണ്യപിതാവ് പകർന്നു നൽകിയതാണ്. ക്രിസ്തുവിൽ നിന്ന് കേട്ടതും കണ്ടതും അനുഭവിച്ചറിഞ്ഞതുമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ജീവിതത്തിലേക്കുമൊക്കെ പകർത്തിവെച്ച ഒരു വലിയ വിശുദ്ധന്റെ തിരുനാൾ നാളെ ആഘോഷിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. ആ വിശുദ്ധനിൽ വിളങ്ങി നിന്നിരുന്ന പ്രകാശം, ആ വിശുദ്ധനിൽ കൊളുത്തപ്പെട്ട ആ പ്രകാശം ഇന്നും എൻ്റെ ജീവിതത്തിലുണ്ട്. ആ വിശുദ്ധനിലൂടെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ സ്വീകരിച്ച പാരമ്പര്യങ്ങളും നന്മകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇനിയും വരുന്ന തലമുറയ്ക്കൊക്കെ അത് കൈമാറ്റം ചെയ്ത് കൊടുക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. 12 പേരിൽ ഒരുവനും ദിദീമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് ഈശോ വന്നപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈവയ്ക്കുകയും ചെയ്തതല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. ഈശോ വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഈശോ അവനോട് പറഞ്ഞു, നീ കണ്ണെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. ഈശോ മിശിഹായില് സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നാളെ തിരുസഭ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭ, തങ്ങളുടെ വിശ്വാസത്തിന്റെ പിതാവായ തോമസിന്റെ തിരുനാള് ദുഃഖാനയായിട്ട് ആഘോഷിക്കുക. എല്ലാവർക്കും തിരുനാളിന്റെ മംഗളങ്ങള് സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഭാഗ്യം ചെയ്യപ്പെട്ട സമൂഹമാണ് നമ്മൾ. കാരണം ഈ തിരുനാള് ഒരു പ്രഭാതത്തിന്റെ ആരംഭത്തിൽ തന്നെ ആഘോഷിക്കുവാനും ശുദ്ധമായ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുവാനും ഒക്കെ കഴിയുവാനുള്ള ഒരു തിരുമണിക്കൂറിലാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഈ തിരുനാളിന്റെ മംഗളങ്ങളെ സ്നേഹത്തോടെ ആശംസിക്കുക. ഒരുപാട് തിരുനാളുകളൊക്കെ നമ്മൾ ജീവിതത്തിൽ ആഘോഷിക്കാറുണ്ട്. ഒരുപാട് തിരുനാളുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആഘോഷങ്ങളുടെ വഴിയിലൂടെ കടന്നുപോയിട്ടുണ്ട്. കത്തോലിക്ക സഭയില് വിശുദ്ധരുടെ എണ്ണത്തിൽ വലിയ പഞ്ഞമൊന്നുമില്ല. ഒരുപാട് വിശുദ്ധരുണ്ട്. ഒരു വർഷത്തിൽ 365 ദിവസങ്ങളുണ്ടെങ്കിൽ ഈ 365 ദിവസങ്ങളും വിശുദ്ധാത്മാക്കൾ കൊണ്ട് സമ്പന്നമാണ് കത്തോലിക്ക സഭ. എന്നാൽ ഈ തിരുനാളുകളൊക്കെ ഇങ്ങനെ ആഘോഷിച്ച് കടന്നുപോയിട്ടും എന്തായിരുന്നു ഈ തിരുനാളുകളൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ ചില നന്മകളോ അസ്വസ്ഥതകളോ ഒക്കെ നൽകിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കാം. സ്നേഹമുള്ളവരെ, ഈ തോമസിനെ കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോൾ ഇത്രയും കൂടെ പ്രകാശം നിറഞ്ഞ മനോഭാവത്തോടുകൂടി ധ്യാനിക്കും. കാരണം ഈ തോമസ് എന്ന് പറയുന്ന വ്യക്തി അത്രമാത്രം പ്രകാശം നിറഞ്ഞ ഒരു വ്യക്തിയാണ്. മറ്റു ശിഷ്യന്മാരുടെ ജീവിതം പോലെയല്ല. യോഹന്നാന്റെ സുവിശേഷമാണ് ഈ തോമസിനെ ഏറ്റവും കൂടുതൽ വായനക്കാരന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് 3 ഇടങ്ങളിലായിട്ട് തോമസിനെ വായനക്കാരന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് മനോഹരമായിട്ട്. തോമസ് സുവിശേഷത്തിൽ നിൽക്കുന്നത് വ്യത്യസ്തമായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ആദ്യമായിട്ട് നമ്മൾ തോമസിനെ കണ്ടുമുട്ടുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലാണ്. രംഗം മറ്റൊന്നുമല്ല. രംഗം ഇപ്രകാരമാണ്: ലാസർ മരിക്കുവാൻ കിടന്നു. അവന്റെ ദയനീയ അവസ്ഥ വന്ന് അവന്റെ സുഹൃത്തുക്കൾ വന്ന് ഈശോയോട് പറയുന്നു. ഈശോ ഇത് കേട്ടിട്ടും
ആളനക്കമില്ല. ഈശോയ്ക്ക് ഇത് തന്നെ സ്നേഹിതനായ ലാസർ മരിക്കാൻ കിടക്കുന്നു എന്ന് കേട്ടിട്ടും അവനൊരു അനക്കവുമില്ല. അത് വചനം പറഞ്ഞു വെക്കുന്നത് അവനായിരുന്ന സ്ഥലത്ത് 3 ദിവസം കൂടി താമസിച്ചു. പെട്ടെന്ന് ശിഷ്യന്മാർ അവന്റെ അടുത്തേക്ക് വന്നു. അവനോട് പറയുന്നു, നീ പോകണ്ട, കാരണം യഹൂദർ നിന്നെ കൊല്ലുവാൻ കാത്തിരിക്കും. യഹൂദർ നിന്നെ കൊല്ലുവാൻ കാത്തിരിക്കും. എന്നാൽ ചങ്കുറ്റം നിറഞ്ഞ ഒരു വ്യക്തിത്വം അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ചങ്കുറ്റം നിറഞ്ഞ ഒരു വ്യക്തിത്വം അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവൻ പറഞ്ഞു വെച്ചത് ഇപ്രകാരം, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. സ്നേഹമുള്ളവരെ, തോമസ് സുവിശേഷത്തിൽ പറയുന്ന ആദ്യത്തെ ഡയലോഗ് ഇതാണ്, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. ഇതാണ് തോമസിന്റെ പ്രത്യേകത. മറ്റു ശിഷ്യന്മാരൊക്കെ പല കാര്യങ്ങളും സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ഈശോയെ കാണുവാൻ വരുമ്പോൾ ആളുകൾ വരുമ്പോൾ പ്രഭു കർത്താവെ അങ്ങേ കാണുവാൻ ആൾക്കാർ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലൊക്കെ സംസാരിക്കുന്ന ശിഷ്യന്മാരൊക്കെ ഉണ്ട്. എന്നാൽ തോമസ് പറയുന്നത് വ്യത്യസ്തത നിറഞ്ഞ ഒരു ഡയലോഗ്. തോമസ് പറഞ്ഞ ഒരു ഡയലോഗ് ഇപ്രകാരം, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. ഈ ഒറ്റ ഡയലോഗിൽ തന്നെ നമുക്ക് തോമസിന്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുവാൻ സാധിക്കും. എന്താണ് തോമസിന്റെ വ്യക്തിത്വം? തന്റെ ഇടം നിറഞ്ഞ ജീവിതം. തന്റെ ഇടം നിറഞ്ഞ ജീവിതത്തിൽ തമ്പുരാനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു. തന്റെ ഇടം നിറഞ്ഞ ജീവിതം തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്നു. നോക്കുക, ഇവിടെ തോമസ് പറയുന്ന മനോഹരമായ വാക്യമുണ്ട്, നമുക്കും അവനോട് ഒപ്പം പോയി മരിക്കാം. അവന്റെ പിന്നാലെ പോയി മരിക്കാമെന്നല്ല പറയുന്നത്, അവന്റെ ഒപ്പം പോയി മരിക്കാം. ആദ്യത്തെ സന്ദേശം ഇതാണ്. ദുഃഖാല നൽകുന്ന ആദ്യത്തെ സന്ദേശം എന്ന് പറയുന്നത് അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ഒപ്പം നടക്കുക. പിന്നാലെ നടക്കുക എന്നതിനേക്കാൾ ഉപരി ഒപ്പം നടക്കുക എന്നതാണ് ഓരോ ക്രൈസ്തവന്റെയും വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസികളുടെ പിതാവായ തോമസ് പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരം, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ പ്രവർത്തികൾ സ്നേഹത്തോടുകൂടി കാണുന്നുണ്ടോ? ഇനിയും അത് നിങ്ങളെ മാറ്റപ്പെടുത്തേണ്ടത് ഒപ്പം നടന്നുകൊണ്ട് അനുഗമിക്കുവാനുള്ള ഒരു ചിന്തയിലേക്ക്. ഒപ്പം നടക്കുന്നവർക്കൊക്കെ അപകടം ഉറപ്പാണ്. അനുഗമിക്കുന്നവനെ ഇത്തിരിയും കൂടെ ജാഗ്രത പുലർത്തുവാൻ സാധിക്കും. മുമ്പേ നടക്കുന്നവൻ കുഴിയിൽ വീണ് കഴിഞ്ഞാൽ പുറകെ നടക്കുന്നവൻ കുഴിയിൽ നിന്ന് മാറി രക്ഷപ്പെടുവാനൊക്കെ സാധിക്കും. എന്നാൽ ഒപ്പം നടക്കുന്നവൻ അപകടത്തിൽ വീണേ പറ്റത്തുള്ളൂ. സ്നേഹമുള്ളവരെ, ഇതാണ് പ്രത്യേകത. മുൻപേ നടക്കുന്നവൻ അപകടത്തിൽ പോയി കഴിഞ്ഞാൽ പുറകെ നടക്കുന്നവന് പെട്ടെന്ന് മനസ്സിലാകും അവൻ അപകടത്തിൽ വീണു, അതുകൊണ്ട് അപകടം ഒഴിവാക്കണമെന്ന്. എന്നാൽ ക്രിസ്തുവിന്റെ അനുഗമനം, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ എപ്രകാരം അവനെ അനുഗമിക്കണമെന്ന് തോമസ് പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരം, അവനോടൊപ്പം നടന്ന് മരിക്കുവാൻ തയ്യാറാകുന്നതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ യഥാർത്ഥമായ കുരിശിന്റെ വഴി. സ്നേഹമുള്ളവരെ, ഇതാണ് തോമസിന്റെ വ്യക്തിത്വം. തോമസിന്റെ വ്യക്തിത്വത്തെ ആദ്യമേ സുവിശേഷം വരച്ചു കാട്ടുന്നത് ചങ്കുറ്റം നിറഞ്ഞ ജീവിതം കൊണ്ട്, ചങ്ക് തമ്പുരാനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിതത്തിലെ ഒരു ചാഞ്ചാട്ടവുമില്ലാതെ നടക്കുവാനും അവന്റെ ഒപ്പമായിരിക്കുവാനും കഴിയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. സ്നേഹമുള്ളവരെ, ഇതാണ് തോമസിന്റെ ചിന്ത. കുടുംബം ഒപ്പം നടക്കേണ്ടവരാണ്. എല്ലാവരും ഒപ്പം നടക്കണം. ഭാര്യയും ഭർത്താവും ഒപ്പം നടന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ല. ഒന്ന് പിന്നാമ്പുറങ്ങളിലേക്ക് നടന്നു കഴിയുമ്പോഴാണ് ബുദ്ധിമുട്ട്. നമ്മൾ അനുകരിക്കുകയല്ല, അനുഗമിക്കുകയാണ്. സ്നേഹമുള്ളവരെ, അനുകരിക്കുവാൻ ക്രിസ്തു പറഞ്ഞിട്ടില്ല, അനുഗമിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അനുഗമനം ഇച്ചിരി കൂടെ ആഴപ്പെടുത്തുന്ന ഒരു ചിന്തയാണ് തോമസ് നൽകുന്നത്. തോമസ് നൽകുന്ന അനുഗമനം ആഴപ്പെടുത്തുന്ന ചിന്തയാണ്. ഈശോ പറഞ്ഞു, നിങ്ങൾ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ. എന്നാൽ തോമസ് ഒരു പടിയും കൂടെ കടന്ന് ചിന്തിച്ചിട്ട് പറയുകയാണ്, അവനോടൊപ്പം പോവുക. അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അവനോടൊപ്പം പോവുക. വീണ്ടും രണ്ടാമതായിട്ട് നമ്മൾ തോമസിനെ കണ്ടുമുട്ടുന്നത് യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിലാണ്. ഇവിടെ രംഗം മറ്റൊന്നുമല്ല, ഈശോ പല സത്യങ്ങളും വിളിച്ചു പറയുകയാണ് ലോകത്തോട്. യോഹന്നാന്റെ സുവിശേഷം പല സത്യങ്ങൾ കൊണ്ടും വെളിപാടുകൾ കൊണ്ടും സമ്പന്നമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നമ്മൾ പലപ്പോഴും പല വെളിപാടുകൾ
കാണുന്നത്. ഈശോ ജീവന്റെ അപ്പമാണെന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ, ഞാൻ നല്ല ഇടയനാണെന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ, ഞാൻ ആടുകളുടെ വാതിലാന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ. അവസാനം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ എത്തി നിൽക്കുമ്പോൾ രംഗം മാറുന്നു വീണ്ടും. അവിടെ പലരും മടിക്കുന്ന കാര്യങ്ങള് ഈശോയോട് ചോദിക്കുവാൻ വീണ്ടും തന്റെ ഇടം കാണിക്കുന്ന തോമസിനെ നമ്മൾ കണ്ടുമുട്ടും. ശിഷ്യന്മാരൊക്കെ മടിച്ചു നിൽക്കുകയാണ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുവാൻ. എല്ലാം അറിയാവുന്ന ഭാവത്തിൽ ശിഷ്യ സമൂഹം മുഴുവൻ നിൽക്കുമ്പോൾ ഒരു കുഞ്ഞിന്റെ ലാളിത്യത്തോടെ നിഷ്കളങ്കതയോടെ നിന്നുകൊണ്ട് തോമസ് പറഞ്ഞു വെക്കുന്നത് പ്രകാരം, അങ്ങ് പോകുന്നത് എവിടേക്കാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? ഒരു കുഞ്ഞ് ഒരു അമ്മയോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. കുഞ്ഞ് തന്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ അമ്മയോട് ചോദിക്കുന്നതുണ്ട്. അമ്മ പറയും, മോനെ ഇലയുടെ നിറം പച്ചയാണ്. അപ്പൊ കൊച്ചു ചോദിക്കും, എന്തുകൊണ്ട് അത് പച്ചയായി? വീണ്ടും കുഞ്ഞിന് ഡൗട്ടുകളാണ്, സംശയങ്ങളാണ്. പഠിപ്പിക്കുമ്പോൾ ടീച്ചേഴ്സ് പറയുന്നത് പ്രകാരമാണ്, സംശയങ്ങൾ വേണം. സംശയങ്ങളാണ് ഒരുവനെ അറിവിലേക്ക് നയിക്കുന്നത്. സംശയങ്ങളില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അവൻ എല്ലാം പഠിച്ചു, അല്ലെങ്കിൽ അവർ ഒന്നും അറിയത്തില്ല. ഈ രണ്ട് കാരണങ്ങളാണ് ടീച്ചേഴ്സ് നിരത്തി വെക്കുന്നത്. എന്നാൽ ഇന്ന് ക്രിസ്തുനാഥന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇനിയും സംശയത്തിന് ജീവിതത്തിൽ ഇടം കൊടുക്കരുത് എന്ന ആഗ്രഹത്തോടുകൂടി തോമസ് ചോദിക്കുന്നു, കർത്താവേ, അങ്ങ് പോകുന്ന ഇടം ഞങ്ങൾക്കറിയത്തില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? നോക്കുക, മറ്റു ശിഷ്യന്മാരുടെ മനോഭാവം നോക്കുക. എല്ലാം അറിയാം. നമ്മളും ഈ ഒരു കൂട്ടത്തിലൊക്കെ നിന്നു പോകാറുണ്ട്, എല്ലാം അറിയാവുന്നതായിട്ട് ഭാവിച്ചു. പക്ഷേ ജീവിതത്തിന്റെ വിജ്ഞാനത്തിന്റെ ഫലങ്ങളൊക്കെ നിരത്തി നോക്കുമ്പോൾ, വിജ്ഞാനത്തിന്റെ കടലാസുകളും പുസ്തകങ്ങളും ഒക്കെ ഒന്ന് മറിച്ചു നോക്കുമ്പോൾ വെറുതെ ബ്ലാങ്ക് ആണ്, ഒന്നുമില്ല. ശൂന്യമായ കുറെ ചിത്രങ്ങൾ മാത്രമാണ്. ഒന്നും എഴുതി വെച്ചിട്ടില്ല ജീവിതത്തിൽ. ക്രിസ്തു പറഞ്ഞത് ജീവിതത്തിൽ ഒന്നും കുറിച്ചു വെച്ചിട്ടില്ല. എല്ലാം അറിയാവുന്നതായിട്ട് ഭാവിച്ച് നടക്കുന്ന ഒരു ലോകത്തിൽ തോമസ് ലോകത്തെ വെല്ലുവിളിക്കുന്ന ഇപ്രകാരം, തമ്പുരാനോട് നിന്റെ സംശയങ്ങൾ ചോദിക്കുവാൻ നിനക്ക് തയ്യാറാകുന്നു. ഈ ഒരു സന്നിധിയിലൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ വിഷമങ്ങളുടെ പ്രയാസങ്ങളും മാറ്റിത്തരണമേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. മറിച്ച്, തമ്പുരാനെ, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടായി? എനിക്ക് സംശയമാണ്, ഒന്ന് പറഞ്ഞു തരണമേ എന്ന് പറഞ്ഞു തമ്പുരാനോട് ഇച്ചിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കുവാൻ തയ്യാറാണ്. അപ്പോഴൊക്കെയാണ് തോമസിന്റെ ആ ചൈതന്യമൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത്. നോക്കുക, ആദ്യത്തെ ഭാഗം 11-ാം അധ്യായത്തിൽ അവൻ തന്റെ പൂർവ്വം അവനോട് പറഞ്ഞു, ലോകത്തോട് പറഞ്ഞു, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. വീണ്ടും 14-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ തന്റെ ഇടം കൈവിടുന്നില്ല. തന്റെ ഇടം കൈവിടാതെ അവൻ പറയുകയാണ്, അവൻ ചോദിക്കുന്ന ചോദ്യം, ഈ ചോദ്യത്തിന് മുമ്പിൽ തമ്പുരാൻ വലിയൊരു വെളിപാട് നൽകും. ഞാനാണ് വഴിയും സത്യവും ജീവനും. സ്നേഹമുള്ളവരെ, അവൻ ആ ചോദ്യം ചോദിച്ചില്ലായിരുന്നുവെങ്കിൽ കർത്താവ് ആ വെളിപാട് നൽകത്തില്ലായിരുന്നു. നോക്കുക, തോമസിന്റെ ഒറ്റ ചോദ്യത്തിന് മുമ്പിൽ ലോകത്തിന് നൽകപ്പെട്ടത് വലിയൊരു വെളിപാട്. ക്രിസ്തുവാണ് യഥാർത്ഥ വഴിയും സത്യവും ജീവനും. സ്നേഹമുള്ളവരെ, പ്രാർത്ഥിക്കുക. ഇനി നിന്റെയൊക്കെ സംശയങ്ങൾ, നമ്മുടെയൊക്കെ സംശയങ്ങൾ തമ്പുരാൻ ഉത്തരങ്ങളുമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ചോദ്യങ്ങളില്ലാതെ നിന്ന് കഴിഞ്ഞാൽ ഉത്തരങ്ങൾ കിട്ടത്തില്ല. ടീച്ചറിന് ഉത്തരങ്ങളെല്ലാം അറിയാം, പക്ഷേ നമ്മൾ സ്റ്റുഡന്റ്, വിദ്യാർത്ഥി ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ടീച്ചറിന്റെ അറിവിൽ നിന്ന് ടീച്ചർ ഉത്തരങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഇതുപോലെ തന്നെയാണ് തമ്പുരാനുമായിട്ടുള്ള എന്റെ ബന്ധത്തിൽ. എന്റെ ഗുരുവിന്റെ മുമ്പില് ഒരു വിദ്യാർത്ഥിയെ പോലെ, പഠിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ എന്നുകൊണ്ട് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തമ്പുരാൻ വെളിപാടുകൾ നൽകും. നിന്റെ ജീവിതത്തെ കുറിച്ച്, നിന്റെ സാഹചര്യങ്ങളെ കുറിച്ച്, നീ നടന്നു പോകുന്ന വഴികളെ കുറിച്ച്, കണ്ടുമുട്ടുന്ന വ്യക്തികളെ കുറിച്ച്, സ്നേഹ സംഭാഷണം നടത്തുന്ന വ്യക്തികളെ കുറിച്ച്, നീ പരോപകാരം ചെയ്യുന്ന വ്യക്തികളെ കുറിച്ചൊക്കെ വെളിപാടുകൾ നൽകും. നോക്കുക, അവന്റെ സംശയങ്ങൾ സത്യദർശനങ്ങളിലേക്ക് മാറിയ. അവൻ സംശയം ഉയർത്തിയപ്പോൾ സത്യദർശനങ്ങൾ നൽകുകയാണ് തമ്പുരാൻ. തോമസ് സംശയങ്ങൾ ഉയർത്തിയപ്പോൾ സത്യദർശനങ്ങൾ കൊണ്ട് അവനെ ദൈവം ചേർത്ത് പിടിക്കുന്നു.